മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഇടുക്കി ജില്ലയിൽ രണ്ടാം തവണയാണ് നടക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച അഗതികളുടെയും വിധവകളുടെയും അശരണരുടെയും ആലംബഹീനരുടെയും അഭയകേന്ദ്രമായി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മാറിയിരിക്കുകയാണ്. പാവങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് ജനങ്ങൾക്കൊന്നാകെ തെളിഞ്ഞിരിക്കുകയാണ്. ഇടുക്കി ജില്ലയുടെ 4 അതിരുകളിൽ നിന്നും ഒഴുകിയെത്തിയ 10,000-കണക്കിന് ആളുകൾ, പട്ടികജാതിക്കാരും ആദിവാസികളും അടങ്ങമുള്ള ആളുകളുടെ കണ്ണീരൊപ്പാനും അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാനും ഒരു ഭരണാധികാരി ഏകദേശം 24 മണിക്കൂറോളം ചെലവഴിക്കുന്നു എന്നുള്ളത് ഇടുക്കി ജില്ലക്കാർക്ക് അവിസ്മരണീയമായ ഒരു ഓർമ്മയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ജാതിമത ചിന്തകളുടെയും പ്രാദേശികവാദത്തിൻ്റെയും എല്ലാ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു മുഖ്യമന്ത്രി, വെള്ളത്തിൽ മത്സ്യം എന്നതുപോലെ ജനങ്ങളോടൊപ്പം കഴിയുന്ന ഒരു ജനപ്രതിനിധി ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങളുടെ എല്ലാം ഹൃദയം കവരുകയും അവരെയെല്ലാം കീഴടക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ജനസമ്പർക്ക പരിപാടി ഇടുക്കിയുടെ ചരിത്രത്തിലുണ്ടാക്കിയിരിക്കുന്ന വൻപിച്ച മാറ്റങ്ങൾ, പാവപ്പെട്ടവർക്ക് വീട് കിട്ടാത്തവർക്ക് വീട്, ചികിത്സാ സഹായം, APL കാർഡുകൾ BPL ആക്കുന്ന അടക്കമുള്ള നടപടികൾ, അതുപോലെ തന്നെയുള്ള നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ, പെൻഷൻ പദ്ധതികൾ, ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന ഒരുപിടി അവശത അനുഭവിക്കുന്ന ആളുകൾക്കുള്ള സുരക്ഷയും കരുതലുമെല്ലാം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ മുഖ്യ സവിശേഷതയാണ്. തീർച്ചയായും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം മുഖ്യമന്ത്രിയുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഈ ജനോപകാരപ്രദമായ ഈ പ്രവർത്തനം എന്നും ഓർമ്മിച്ചിരിക്കും. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെന്നും നന്ദിയോടെയും അഭിമാനത്തോടെയും അതോടൊപ്പം വിനയത്തോടെയും മുഖ്യമന്ത്രിയുടെ ഈ ജീവസ്പർശിയായ ഈ നടപടിയെ, കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശം പാവങ്ങളിലേക്ക് നീണ്ടു ചെല്ലുന്ന ദീപ്തമായ അദ്ദേഹത്തിൻ്റെ ആ കരസ്പർശം അതെന്നും ഓർമ്മിച്ചിരിക്കും എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി എല്ലാ ജനകീയ സംരംഭങ്ങളെയും കടത്തിവെട്ടുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം ഉല്ലംഘിക്കുന്ന വലിയൊരു ജനസാന്നിധ്യത്തിൻ്റെ ഊഷ്മളമായ ഒരു സംഗമം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പ്രത്യാശയോടെ രാവേറെ ചെല്ലുമ്പോഴും കത്തിക്കാളുന്ന വെയിലിലും കോരിച്ചൊരിയുന്ന മഴയിലും അതുപോലെ തന്നെ കൊടും തണുപ്പിലുമെല്ലാം അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയുടെ 4 അതിരുകളിൽ നിന്നും ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നത് ഇതൊന്നും മനസ്സിൽ പച്ചച്ച ഓർമ്മയായി, ഒരു നന്മ നിറഞ്ഞ ഓർമ്മയായി സൂക്ഷിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.